ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൽ ഞാൻ 1-ാം തീയതി മുതൽ ഫോളോ ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറക്കാൻ വിചാരിച്ചിട്ട് എപ്പോഴും ഇടയിൽ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു പുതിയ വർഷമായതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. എനിക്ക് കുറച്ചേ അടങ്ങും എന്നുള്ളത്. കണ്ടില്ലേ, നമ്മുടെ വില്ലയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ചക്കറികളും ചെടികളാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. കാണാൻ ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം. ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് ഞാൻ കിച്ചണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വീഡിയോയിലും കാണിച്ച അതേ കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 3 ലിറ്റർ വെള്ളം ബോട്ടിലിൽ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ചെറിയ ജീരകം നന്നായി തിളപ്പിച്ചിട്ട് ഇളം ചൂടോടെ 1 ഗ്ലാസ് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായ ബോയിൽഡ് എഗ്ഗ് 2 അതും കൂടി കഴിക്കുക. ഇന്നൊരു ബോയിൽഡ് എഗ്ഗാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു 12 മണിയാകുമ്പോഴേക്കാണ് ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത്. ചപ്പാത്തിയാണ്, ഒരു മാറ്റവും. വഴുതനങ്ങ തോരൻ പോലെ ഉണ്ടാക്കിയ തക്കാളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സാധാരണ ബാക്കിയുള്ള പച്ചക്കറികൾ അപേക്ഷിച്ച് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ വഴുതനങ്ങ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും എൻ്റെ ഡയറ്റിൽ എല്ലാ വെജിറ്റബിളും ഉൾക്കൊള്ളിക്കാന്നുള്ള നിലയിലാണ് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസം ഉണ്ടാക്കുന്നത്. ഒരു പൊടിരസമൊക്കെ വന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ പീസ് തക്കാളിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതാ എന്നും പറയുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയാൻ സഹായിക്കും. നമ്മൾ അരിയും അരിഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമായിട്ടില്ല, ഇതുപോലുള്ള ഓയിലി ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു ദിവസം മാക്സിമം 3 ടേബിൾ സ്പൂൺ ഓയിൽ അത്രമാത്രമേ ഞാൻ യൂസ് ചെയ്യലും. അപ്പോൾ ഇതാ ഉച്ചവരെയുള്ള പരിപാടിയിൽ ആദ്യത്തെ 1 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ നല്ലോണം ഡ്രൈ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓയിൽ അധികം ഒഴിച്ചിട്ട് ഓയിലി ആക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം ഓയിൽ കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കുക. നമ്മുടെ ഒരുപാട് ടേസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതും ഇതും ഇങ്ങനെ കൂട്ടാൻ തോന്നുന്നത്. അപ്പോൾ ഇത്തിരിയൊക്കെ ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബോഡിക്ക് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് അത് കോംപ്രമൈസ് ചെയ്യുക. ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. 1 പിടി തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്കറിയാമല്ലോ തോരന്. അപ്പോൾ ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള വേറൊരു സംഭവം ഇന്ന് കഴിക്കുന്നുണ്ട് നൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും തടി കുറക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഒക്കെ ഒരു ദിവസം 1 കറി അല്ലെങ്കിൽ 1 സൈഡ് ഡിഷ് എന്തെങ്കിലും തേങ്ങ ഇട്ടത് കഴിക്കുക, ഒറ്റ മാത്രം. ബാക്കിയുള്ളതൊക്കെ മുളകായിട്ടോ അങ്ങനെ വേറെ തേങ്ങ ഇല്ലാണ്ട് പിന്നെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 2 ചപ്പാത്തി സുഖമായിട്ട് കഴിക്കാൻ വേണ്ടി ഇത്രയും മതി. അപ്പോൾ ഒരുപാട് ടേസ്റ്റ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാനും തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, നല്ല ടൈം എടുത്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇതാ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സാലഡ് നമുക്ക് വിശപ്പ് തോന്നുന്ന ഏത് സമയത്ത് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഇത്ര എമൗണ്ട് തന്നില്ല, എത്ര വേണമെങ്കിലും കഴിക്കാം. ഒന്നിച്ച് കഴിക്കാണ്ട് ഇടവിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഡിന്നർ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എത്രയായാലും ഒരു 7 മണിക്ക് ശേഷം, മാക്സിമം ഒരു 7:30 ശേഷം ഡിന്നർ പോകാണ്ടിരിക്കണം. കഴിഞ്ഞ 2 ദിവസം ചപ്പാത്തി തന്നെ ആയതുകൊണ്ട് ഇന്ന് ഏതായാലും വീറ്റിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ വീറ്റിൻ്റെ ദോശ. അപ്പോൾ ഇന്ന് കുറേ നാളത്തെ ശേഷം ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷേ ചൂടോടെ കഴിക്കണം. അപ്പോൾ ഇതാ ദോശക്കല്ലെല്ലാം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വീറ്റ് ദോശേനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടെ കഴിക്കാൻ വേണ്ടി മീൻ കറിയാണ് ആക്കിയിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഈ ഒരു മീനിനെ പ്രാച്ചി എന്നാണ് പറയൽ. അപ്പോൾ നോക്കാം മീനിൻ്റെ കോല എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെന്നൊന്ന് അറിയിക്കണേ, പേരെന്താന്ന്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഫിഷ് കറി. അപ്പോൾ ഈ ഒരു ദോശൻ്റെ കൂടെ ഞാൻ കുറേ ആയി കഴിച്ചിട്ട്. നമ്മൾ സാധാരണ അരിദോശൻ്റെ കൂടെയാണ് കഴിക്കൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം, ചൂടോടെ കഴിച്ചത് കൊണ്ടാവാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് കൊണ്ട് തന്നെ നമുക്ക് തടി കുറക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ഫുഡ് നല്ല ആസ്വദിച്ച് കഴിക്കുക ടൈം എടുത്തിട്ട് തന്നെ. അങ്ങനെ ഏകദേശം 7:30 ആകുമ്പോഴേക്കും നമ്മുടെ ഡിന്നറും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം ഇതാണ് 3-ാമത്തെ ദിവസത്തെ വിശേഷം.
അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നാളെ എന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അറിയിക്കാം. എൻ്റെ എത്രയൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച ആകുമ്പോഴേക്കും എന്താണെന്ന് വിവരം എല്ലാ കാര്യങ്ങളും അറിയിക്കാം. ഈ ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം മറക്കാണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. ഇൻഷാ അല്ലാ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.